തലയില്ല, കൈയില്ല, കാലുമില്ല, എങ്ങനെ പുരുഷനെന്ന് അറിഞ്ഞത്? പുരുഷൻ എന്നറിയാനുള്ള സാധനം അതിലുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ മതി. പ്രകൃതി രമണീയമായ കാഴ്ചകളും കാറ്റും വെളിച്ചവും ഒക്കെ കയറി നടക്കുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കക്കൂസാണ്. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്നറിയും? ഗ്രൂപ്പാടേ, ആ ഒറ്റ ആനയാണ് മുതല പിടിച്ചേക്കുന്നത്. ബാക്കിയുള്ളത് അതിന്റെ ഗ്രൂപ്പിൽ വന്ന ആളുകളാണ്. അതുകൊണ്ട് കരയുന്ന കണ്ടോ കൂടെ. കാശുകാരനായിരുന്നു ടിപ്പു സുൽത്താൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരുടെയും കയ്യിൽ നാണയങ്ങളെ ഉള്ളായിരുന്നു. ഇത്രയും നേരം നമ്മൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ കണ്ടുള്ളൂ. 4:30 വരെ സമയമുള്ളൂ. പെട്ടെന്ന് പോവാം, അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോവാം. ഹായ് ഗൈസ്, നമ്മൾ ഇന്നുള്ളത് കായംകുളത്ത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയത്തിലാണ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങളായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീറ്റു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണപുരം കൊട്ടാരം 18-ാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. ഇപ്പോൾ ഈ കൊട്ടാരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. കേരള വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ് 16 കെട്ട് ശൈലിയിൽ പണിയിരിക്കുന്ന ഈ കൊട്ടാരം. നിലവിൽ 2.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കേരള പുരാവസ്തു വകുപ്പാണ് പുനർനിർമ്മിച്ച് മ്യൂസിയമാക്കി മാറ്റിയത്. മറ്റ് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവങ്ങളായ പുരാവസ്തുക്കൾ തിരിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. തലയില്ല, കൈയില്ല, കാലുമില്ല, എങ്ങനെ പുരുഷനെന്ന് അറിഞ്ഞത്? പുരുഷൻ എന്നറിയാനുള്ള സാധനം അതിലുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഹാരപ്പയിൽ നിന്ന് കിട്ടിയ പുരുഷന്റെ പ്രതിമയ്ക്ക് തലയില്ലാത്തത്. മോഹൻജദാരോ വന്നപ്പോഴത്തേനും തലയുണ്ട്, ബാക്കിയുള്ളതൊന്നും ഇല്ല. പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഒരു മാതൃകയിൽ പണിഞ്ഞിട്ടുള്ള ഒരു കൊട്ടാരമാണിത്. നമ്മുടെ കന്യാകുമാരി ജില്ലയിലുള്ള പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മാതൃകയിൽ പണിഞ്ഞ ഒരു 16 കെട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പം തടിയിൽ തീർത്തൊരു കൊട്ടാരമാണ്. 16 കെട്ട് മോഡലിൽ പണിഞ്ഞിട്ടുള്ള ഒരു കൊട്ടാരമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതേനൊക്കെയുള്ള സെറ്റപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നാനാ ദിക്കിൽ നിന്നുമുള്ള വെള്ളം കൊട്ടാരത്തിനുള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ ഇടനാഴികൾ മറ്റു സ്ഥലങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയും. ഇവിടെ പത്മനാഭപുരം പാലസിൽ പോയായിരുന്നു. അവിടെ 2ാമത്തെ നിലയിലേക്കുള്ള പ്രവേശനം അങ്ങനെ നമുക്ക് അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ 2ാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ തടിയിൽ തീർത്തിട്ടുള്ള 2ാമത്തെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ യൂറോപ്യനൊക്കെ അങ്ങോട്ട് മാറി നിൽക്ക്. ഇതാണ് ഇന്ത്യൻ തനി നാടൻ. പ്രകൃതി രമണീയമായ കാഴ്ചകളും കാറ്റും വെളിച്ചവും ഒക്കെ കയറി നടക്കുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കക്കൂസാണ്. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്നറിയും? കക്കൂസിന് വാതിലില്ല. അവർക്കൊന്നും ഒളിക്കാനും മറിക്കാനും ഇല്ലാത്ത ആളുകളായിരുന്നു. വെറും ഉണ്ടല്ല, പീരങ്കിയിലിടുന്ന ഉണ്ട. പിന്നെ വേണ്ട പണ്ട് കളഞ്ഞു പോയ കുറെ വിലങ്ങുകളും ഉണ്ട്. കൈവിലങ്ങുകൾ, കോഴിക്കോട് ജില്ലയിലുള്ള കൈവിലങ്ങ്. ഇരുമ്പ് ഭയണ. ഇനി നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ കാണാം. നാണയ ഗാലറി, കമോൺ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങളുണ്ട്. കാശുകാരനായിരുന്നു ടിപ്പു സുൽത്താൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരുടെയും കയ്യിൽ നാണയങ്ങളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയത് 154 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഒരു ചുവർ ചിത്രമാണ് ഈ കാണുന്നത്. ഗജേന്ദ്ര മോക്ഷത്തിന്റെ ചുവർ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആകർഷണത്തിലുള്ള ഒരെണ്ണമാണിത്. കൊട്ടാരത്തിന് പുറകുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വലിയ കുളം മറ്റൊരു വലിയ ആകർഷണമാണ്. പണ്ടുകാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഭൂഗർഭ വഴി ഈ കുളത്തിന് അടിയിലൂടെ പോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിലെ ആസ്ഥാന അടുക്കളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഉമിക്കരിയൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഉമിയായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇത്. കണ്ടു കഴിഞ്ഞാൽ ഉമിയാന്ന് തോന്നുന്നില്ല, പക്ഷേ ചകിരിയുടെ ചോറാണെന്ന് തോന്നുന്നു. എന്തിനാണ് ഇത് വെച്ചേക്കുന്നതെന്ന് അറിയാൻ വയ്യ. കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളിൽ വ്യത്യസ്തമായ 2 എണ്ണം കാണാം. 1886 കൊൽക്കത്തയിൽ അച്ചടിച്ച സംസ്കൃതത്തിലുള്ള ബൈബിളിൻ്റെ പകർപ്പാണ് ഒന്ന്. മറ്റൊന്ന് ഇരുതലയിൽ മൂർച്ചയുള്ള കായംകുളം വാളാണ്. അപകടകരമായ ഈ ആയുധം 18-ാം നൂറ്റാണ്ടിൽ കായംകുളം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. വല്ലാത്ത വളമായി പോയി. നേരെ വെച്ച് എന്തൊരു കുഴപ്പം. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 2 പുറത്തേക്ക് പോവാം. നമുക്ക് ഇതുവഴി ചുറ്റി അതുവഴി അങ്ങ് പുറത്തിറങ്ങാം. കമോൺ.
അങ്ങനെ നമ്മൾ കുറച്ച് വളഞ്ഞ വഴികളൊക്കെ സഞ്ചരിച്ച് എക്സിറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രമാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.